ലിയോ, ഞാൻ കാണുന്നത് നിങ്ങളുടെ പാസ്റ്റിന്ന് ഏതൊരു പേഴ്സന്റെ കൂടെ നിങ്ങൾ റീകണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ റീകണക്ട് ചെയ്യണതും കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ മുമ്പത്തെ മാതിരി സിറ്റുവേഷൻ അല്ല. ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. ഇതെന്താണ് എക്സാക്ട്ലി എന്ന് നമ്മൾക്ക് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിങ്ങിൽ നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. അവിടെ മെസ്സേജസ് എന്താ പറയണേന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിയോ, ഇതാണ് നിങ്ങളുടെ ജൂൺ മാസത്തിൻ്റെ റീഡിംഗ്. ഇത് ലിയോ സൺ സൈൻ, മൂൺ, അസെൻഡന്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണൽ കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. വാട്സാപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്ത് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഷെയർ ചെയ്യും. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് എന്താണെന്ന്. അപ്പോൾ ലിയോ, ഞാനിവിടെ കാണുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ജൂൺ മാസത്തിൻ്റെ കറണ്ട് ഫീലിങ്സ്, ഓവറോൾ എനർജി, കറണ്ട് ഫീലിങ്സ് അല്ല, ഓവറോൾ എനർജി. അപ്പോൾ ഇവിടെ ഞാനൊരു പുതിയ തുടക്കമാണ് കാണുന്നത്. ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ബിഗിനിങ്, ഒരു റിലേഷൻഷിപ്പ്, ഒരു ലവ് ഓഫർ. ഹെർമിറ്റ് എനർജി വന്നിട്ടുണ്ട്, വെർഗോ എനർജി, ക്വീൻ ഓഫ് പെന്റിക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു സ്ട്രോങ് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജിയാണ്. നിങ്ങളും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു സെപ്പറേഷൻ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ റീകണക്ട് ചെയ്യണ്ടാവുക. ആൻഡ് ഇതൊരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി ടെമ്പറൻസ്, സാജിറ്റേറിയസ് എനർജി. അപ്പോൾ സ്റ്റാർ എനർജി ഇവിടെ ഒരു വിഷിൻ്റെ എനർജിയാണ്, ഹീലിംഗ് എനർജിയാണ്. 8 ഓഫ് പെന്റിക്കിൾസ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ 8 ഓഫ് പെന്റിക്കിൾസ് ഇവിടെ അവർ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ കാണുന്നത്. എന്തോ ഒരു സിറ്റുവേഷനിൽ അവർ റിക്കവർ ചെയ്യാൻ നോക്കണു. നിങ്ങൾ രണ്ടാളും ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ മേ ബി അതും ഒരു കാരണമാവാം. അവർക്ക് അത് കുറേ എഫക്റ്റ് ചെയ്തിരിക്കണു. അവരുടെ കരിയറിലാണ് ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യണത്. പക്ഷെ അവർ പ്രേ ചെയ്യേണ്ടത് നിങ്ങൾ രണ്ടാളും റീകൺസൈൽ ചെയ്യണം, ഇല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളും ആദ്യം മീറ്റ് ചെയ്യണം എന്ന്. അപ്പോൾ കറന്റ് സിറ്റുവേഷനിൽ ഞാൻ സ്ട്രെങ്ത് എനർജിയാണ് കാണുന്നത്. ഇത് ലിയോ എനർജി തന്നെയാണ്. ഇവിടെ ഞാൻ കാണുന്നത് ഈ സിറ്റുവേഷൻ തന്നെ ചാലഞ്ചിങ് ആണ്. നിങ്ങൾ രണ്ടാളും ഈ സിറ്റുവേഷനെ കുറെ ഒരു ഗ്രേസ്ഫുൾ തരത്തിൽ നിങ്ങൾ അതിനെ ഡീൽ ചെയ്യാൻ നോക്കണു. രണ്ടാളും പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്തു. ആ ശരിയായ സമയമാവുമ്പോൾ എല്ലാം ശരിയാവും എന്ന് വിചാരിച്ചിരുന്നു. ആൻഡ് ഇപ്പോൾ യൂണിവേഴ്സ് അത് ആ പേഷ്യൻസിനെ റിവാർഡ് ചെയ്യണു. എന്താ വെച്ചാൽ വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ ഒരു നല്ല സമയം വരണ എനർജിയാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിലും എന്തോ ഒരു മാറ്റം വരുന്നുണ്ട്. നിങ്ങളുടെ രണ്ടാളുടെയും ഈ ബിലീഫും ഫെയ്ത്ത് ഉണ്ടായത് അത് നിങ്ങൾക്ക് അതിൻ്റെ റിവാർഡാണ് ഇവിടെ കിട്ടണത്. ഓക്കെ, ഞാൻ എവിടെയോ കാണുന്നത് ഈ സിറ്റുവേഷൻ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിലും ഞാൻ ഇവിടെ ഒരു സെപ്പറേഷനാണ് കാണുന്നത്. എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. രണ്ടാളും കുറച്ച് സമയം എടുത്തു ഈ സിറ്റുവേഷനിൽ ഡിസ്റ്റൻസ് വെച്ചിട്ട് കാര്യങ്ങൾ നല്ല പോലെ ആലോചിച്ചിട്ട് മതി എന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവും. അതല്ല ഒരു ബ്രേക്കപ്പും മനസ്സുണ്ടായിട്ടുണ്ടാവും. എന്തോ ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് മാതിരി ഒരു എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഫീലിങ്സ് നിങ്ങളുടെ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 4 ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങളിപ്പോൾ അത്ര പറഞ്ഞാൽ ഓപ്പൺ അല്ല, കുറച്ചൊരു പേടിയും ഉണ്ടാവും. പേടി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു റിസർവ്ഡ് മാതിരിയാണ് നിങ്ങൾ. എന്താ വെച്ചാൽ നിങ്ങൾ ഷുവർ അല്ല ഇവിടെ എന്താ വേണ്ടതെന്ന്. നിങ്ങൾക്ക് ഇവിടെ ഒരു ചാൻസ് ഇവർക്ക് കൊടുക്കണം എന്നുണ്ട്, പക്ഷെ എന്തോ ഒരു പേടിയുണ്ട് അത് ഈ ചാൻസ് കൊടുത്താൽ ഇത് ശരിയാവുമെന്ന്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ ഹൈറോഫാണ്ട് അല്ല, ഫീലിങ്സിൽ ഹൈറോഫാണ്ട്. ഇവർ നിങ്ങളെ ഒരു പെർഫെക്റ്റ്
മാച്ച് ആയിട്ടാണ് കാണുന്നത്, ഫ്യൂച്ചർ പാർട്ട്ണറുടെ മാതിരിയാണ് കാണുന്നത്. പക്ഷെ അവർക്ക് ഇവിടെ ചില റിഗ്രറ്റ്സ് ഉണ്ട്. അത് പാസ്റ്റിൽ കാര്യങ്ങൾ ശരിയായില്ല, ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അതിൻ്റെ റിഗ്രറ്റ് ആയിരിക്കാം. ഇപ്പോൾ അവർ ബ്ലോക്ക്ഡായി ഫീൽ ചെയ്യാണ്. അപ്പോൾ മുഴുവനെ ഈ ബ്ലോക്ക് പോയിട്ടില്ല അവരുടെ ഭാഗത്തുനിന്ന്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് ആണ്, പേജ് ഓഫ് കപ്സ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ തുടക്കം വേണമെന്നുണ്ട് ഇവരുടെ കൂടെ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നിങ്ങളായിരിക്കും ഇവരെ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നിങ്ങളുടെ എനർജി ഒരു നൈറ്റ് ഓഫ് വാൻസ് മാതിരിയാണ്. അപ്പോൾ നൈറ്റ് ഓഫ് വാൻസ് ഒരു ഷുവർ അല്ലാത്ത പേഴ്സൻ്റെ എനർജിയാണ്. ഈ പേഴ്സണും നൈറ്റ് ഓഫ് സോഡ്സ് ആയിട്ടാണ് വരണത്. അപ്പോൾ അവരുടെ ഇൻറ്റൻഷനും ഒരു ഇമ്പൾസീവ്നെസ് ഉണ്ട്. അവർ ഉടനെ ഒരു തീരുമാനം എടുക്കാൻ റെഡി ആവണ മാതിരിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. കാര്യങ്ങൾ വേഗം വേഗം മുമ്പോട്ട് കൊണ്ടുപോകണം അങ്ങനത്തെ ഒരു എനർജിയിലാണ്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ആക്ഷൻ ഉണ്ടാവുക? 3 of Pentacles. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടിയും കാണാണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇവിടെ എന്തോ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു തേർഡ് പേഴ്സൺ കാണാണ്ട് നിങ്ങൾക്ക്. പക്ഷേ ഈ പേഴ്സൻ്റെ കൂടെ റീകൺസൈൽ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ മേ ബി സെപ്പറേഷൻ്റെ ഇടയിൽ നിങ്ങൾ വേറൊരു പേഴ്സണെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും വേണച്ചാ. ഈ സെപ്പറേഷൻ ആയിട്ട് കുറേ കൊല്ലം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ഒരു തേർഡ് പാർട്ടി കാണുന്നത്. നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യണോ, അവരുടെ കൂടെ നിങ്ങൾക്ക് റീകണക്ട് ചെയ്യണം എന്നുണ്ടാവും. ഈ പേഴ്സൻ്റെ എനർജിയിലും ഡെത്ത് ആണ് കാണുന്നത്, ഡെത്ത്, റീബർത്ത്. ഇവർക്കും ഇവിടെ റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്, ബട്ട് കോൺഫിഡൻസ് ഇല്ല. എന്തായാലും ആക്ഷൻ ഞാൻ എടുക്കണത് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണോ അതല്ല വെച്ചാൽ അവരാണോ എന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ എല്ലാവർക്കും ആ ഔട്ട്കം ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ ഞാനൊരു റീകൺസിലിയേഷൻ കാണുന്നുണ്ട്. ഒരു സ്റ്റാഗ്നൻറ്റ് ഫേസ് കഴിഞ്ഞിട്ട് ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പ്രോബ്ലം, ഏറ്റവും വലിയ പ്രശ്നം എന്താ ഉണ്ടാവാൻ പോണെന്ന് വെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഇപ്പോൾ ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ ഭാഗത്തിലാണോ അവരുടെ സൈഡിലാണോ, ഇല്ലച്ച രണ്ടാൾക്കും മേ ബി ഒരു തേർഡ് വേറെ ഒരു പേഴ്സൺ ഉണ്ടാവാം. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഉണ്ടാവാൻ പോണെന്ന് വെച്ചാൽ നിങ്ങൾ റീകൺസൈൽ ചെയ്തിട്ടും ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ വേണ്ടതെന്ന് അറിയില്ല. എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളും ഓൾറെഡി മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞിരിക്കണു. ആൻഡ് ഈ സിറ്റുവേഷൻ ആദ്യം തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കൊരു ടെംപ്ടേഷൻ ഉണ്ട് ഒരുമിച്ച് വരാൻ. പക്ഷേ അത് പ്രാക്ടിക്കൽ അല്ല. ഓക്കെ, മേ ബി നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അവർ മാരീഡ് ആയിരിക്കാം. നിങ്ങളുടെ വിഷാണ് അത് നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് വരണം എന്ന്. പക്ഷെ അത് എങ്ങനെയാണ് ഉണ്ടാവുക, എന്താ പ്രാക്ടിക്കലി പോസിബിൾ ആണോ, അതൊക്കെ ഇവിടെ ഇപ്പോഴും ആ കാര്യത്തിൽ ക്ലാരിറ്റി ഞാൻ കാണില്ല. എന്തായാലും ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് തുടങ്ങും, പക്ഷെ അതിൻ്റെ ഫ്യൂച്ചർ ഇതുവരെ കാണാനില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സ്റ്റേറ്റസ്. ജൂണിൻ്റെ ജൂലൈ ഓഗസ്റ്റ് ആവുമ്പോഴേക്കും കാര്യങ്ങൾ ചിലപ്പോൾ മാറിയെന്ന് വരും. എന്തായാലും ട്രസ്റ്റ് വന്നിട്ടുണ്ട്. This situation is calling for you to have faith. Children, your love life is being affected by children. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് കുട്ടികളും ഉണ്ടാവാം. അപ്പോൾ കുട്ടികളെ വിട്ട് ഈ പുതിയ തുടക്കത്തിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും, പ്രാക്ടിക്കൽ ഇഷ്യൂസ്. അപ്പോൾ എന്തായാലും ഇവിടെ ഇതാണ് നിങ്ങളുടെ മെസ്സേജ്. ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം എന്നെ മെസ്സേജ് ചെയ്യുക വാട്സാപ്പിൽ. മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ മറ്റ് ഡീറ്റെയിൽസും ഷെയർ ചെയ്തോളാം, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്. അപ്പോൾ ഞാൻ തിരിച്ചു വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.